ഹലോ ഫ്രണ്ട്സ്, ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് KCET എക്സാമിന് ചോദിച്ചിട്ടുള്ള 2024-2023 എക്സാമുകളിൽ ചോദിച്ചിട്ടുള്ള ഒരു ചാപ്റ്ററത്തെ ക്വസ്റ്റ്യൻ അനാലിസിസ് ആണ്. ഓക്കെ, ആ ചാപ്റ്ററാണ് പ്രിൻസിപ്പിൾസ് ഓഫ് ഇൻഹെറിറ്റൻസ് ആൻഡ് വേരിയേഷൻ അഥവാ ജെനറ്റിക്സ് 1 എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ ഉണ്ട്. ഓക്കെ, അപ്പോൾ ആ ചാപ്റ്ററിൽ നിന്നും ഈ രണ്ട് പ്രീവിയസ് ഇയർ എക്സാമുകൾക്ക് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ ജസ്റ്റ് ഒന്ന് അനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോവാണ്. ഭയങ്കര വെയിറ്റേജ് ഉള്ള ചാപ്റ്ററാണ്. പിന്നെ സുവോളജി തന്നെ ഭയങ്കര ഇമ്പോർട്ടൻസ് ഉള്ള ഒരു ഏരിയ ആണത് ജെനറ്റിക്സ് എന്ന് പറയുന്നത്. അപ്പോൾ ആ പ്രിൻസിപ്പിൾസ് ഓഫ് ഇൻഹെറിറ്റൻസ് ആൻഡ് വേരിയേഷൻ എന്ന് പറയുന്ന ചാപ്റ്ററത്തെ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, അനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ആ ക്വസ്റ്റ്യൻസ് ജസ്റ്റ് ഒന്ന് നോക്കാം. ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് മാത്രം 4 ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്തിട്ടുണ്ട്, ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അത്രയും ഇമ്പോർട്ടൻസ് ഉള്ള ഒരു ചാപ്റ്ററാണ്. ഓക്കെ, അപ്പോൾ ആ ക്വസ്റ്റ്യൻസ് നമുക്കൊന്ന് നോക്കാം. ജെനറ്റിക്സ് 1 ചോദിച്ച ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണെന്നുള്ളത് നോക്കിക്കോളൂ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, ടെസ്റ്റ് ക്രോസ് ഇൻ പീ പ്ലാന്റ് ഈസ്. പീ പ്ലാന്റിലെ ടെസ്റ്റ് ക്രോസ് എന്താണെന്നാണ് ക്വസ്റ്റ്യൻ. എ ക്രോസ് ബിറ്റ്വീൻ F2 ടോൾ പ്ലാന്റ് ആൻഡ് റെസസീവ് പാരന്റ്. എ ക്രോസ് ബിറ്റ്വീൻ F2 ഡോർഫ് പ്ലാന്റ് ആൻഡ് റെസസീവ് പാരന്റ്. A cross between F2 tall plant with dominant parent. A cross between 2 F1 plants. ഓക്കെ, നിങ്ങൾക്കറിയോ ഈ ടെസ്റ്റ് ക്രോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ദ ക്രോസിംഗ് ഓഫ് ആൻ ഓർഗാനിസം. ഇറ്റ് ഈസ് ദ ക്രോസിംഗ് ഓഫ് ആൻ ഓർഗാനിസം വിത്ത് എ റെസസീവ് പാരന്റ്. ഒരു ഓർഗാനിസത്തിനെ അതിൻ്റെ റെസസീവ് പാരന്റുമായിട്ട് ക്രോസ് ചെയ്യുന്നതിന് നമ്മൾ വിളിക്കുന്ന പേരാണെന്ത്, ടെസ്റ്റ് ക്രോസ്. ഓക്കെ, ഒരു ഓർഗാനിസത്തിന് അതിൻ്റെ റെസസീവ് പാരന്റ് അഥവാ ഇപ്പോൾ സ്മോൾ ടി എന്ന് പറഞ്ഞാൽ റെസസീവാ. അപ്പോൾ റെസസീവ് പാരന്റുമായിട്ട് ക്രോസ് ചെയ്യുന്നതിനെ വിളിക്കുന്ന പേരാണെന്ത്, ടെസ്റ്റ് ക്രോസ്. അപ്പോൾ ഇതിൻ്റെ ഓപ്ഷൻ വരുന്നത് എ ക്രോസ് ബിറ്റ്വീൻ F2 ടോൾ പ്ലാന്റ് ആൻഡ് റെസസീവ് പാരന്റ് എന്നാണ്. ഓക്കെ, അപ്പോൾ ഓപ്ഷൻ വരിക എ ക്രോസ് ബിറ്റ്വീൻ F2 ടോൾ പ്ലാന്റ് ആൻഡ് റെസസീവ് പാരന്റ് എന്നാണ്. അപ്പോൾ ഇതിൻ്റെ ഓപ്ഷൻ എ ആണ് കേട്ടോ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ദ ജീനോട്ടിപ്പിക് റേഷ്യോ ഓഫ് ഇൻകംപ്ലീറ്റ് ഡൊമിനൻസ് ഈസ്. ഓക്കെ, നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ഇൻകംപ്ലീറ്റ് ഡൊമിനൻസ്. എന്താണ് ഈ ഇൻകംപ്ലീറ്റ് ഡൊമിനൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാലോ. ഇൻകംപ്ലീറ്റ് ഡൊമിനൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് ഒരു ഡൊമിനൻറ്റും റെസസീവും ഒന്നിച്ച് വന്ന സാധാരണ ഡൊമിനൻ്റ് ക്യാരക്ടറാണ് എന്ത് ചെയ്യുക, എക്സ്പ്രസ് ചെയ്യപ്പെടുക. അതിനാണ് നമ്മൾ ലോ ഓഫ് ഡൊമിനൻസ് എന്ന് പറയും. എന്നാൽ ചില സിറ്റുവേഷൻസിൽ ഡൊമിനൻറ്റും റെസസീവും ഒന്നിച്ച് വന്നു കഴിഞ്ഞാൽ ഇൻ്റർമീഡിയറ്റ് ക്യാരക്ടർ കാണിക്കും. ആ ഇൻ്റർമീഡിയറ്റ് ക്യാരക്ടർ കാണിക്കുന്നതിന് നമ്മൾ വിളിക്കുന്ന പേരാണെന്ത്, ഇൻകംപ്ലീറ്റ് ഡൊമിനൻസ്. എന്ത് പേരാണ് വിളിക്കുക, ഇൻകംപ്ലീറ്റ് ഡൊമിനൻസ്. അപ്പോൾ ഇൻകംപ്ലീറ്റ് ഡൊമിനൻസിൻ്റെ ജീനോട്ടിപ്പിക് റേഷ്യോ ആണ് ചോദിക്കുന്നത് കേട്ടോ. ഓക്കെ, ഇൻകംപ്ലീറ്റ് ഡൊമിനൻസിൻ്റെ ഫീനോട്ടിപ്പിക് റേഷ്യോയും ജീനോട്ടിപ്പിക് റേഷ്യോയും രണ്ടും സെയിം ആണ്. എന്താണ് രണ്ട് റേഷ്യോസും, 1:2:1 ആണ്. ഓക്കെ, രണ്ടിൻ്റെ റേഷ്യോസ് സെയിം ആണ്. അപ്പോൾ എന്താണ്, 1:2:1 ആണ്. അപ്പോൾ ഈ ക്വസ്റ്റിൻ്റെ ഓപ്ഷൻ എന്താ വരിക, ഓപ്ഷൻ ബി ആണ് വരിക കേട്ടോ. ഓക്കെ, ഇൻകംപ്ലീറ്റ് ഡൊമിനൻസിൻ്റെ ഓപ്ഷൻ വരിക ഓപ്ഷൻ ബി ആണ്, 1:2:1. ഓക്കെ, പിന്നെ അടുത്ത ക്വസ്റ്റ്യൻ പറയാണ്, ഫൈൻഡ് ദ ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെന്റ് എമംഗ് ദ ഫോളോയിങ്. കുറച്ച് സ്റ്റേറ്റ്മെന്റ്സ് കൊടുത്തിട്ടാണ്, അതിൽ ഇൻകറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ. നോക്കിക്കോളൂ. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ്, ഇൻ സെക്സ് ലിങ്ക്ഡ് റെസസീവ് ട്രേറ്റ്സ് ദ ജീൻ ഈസ് ട്രാൻസ്മിറ്റഡ് ഫ്രം അൺഅഫക്റ്റഡ് കാരിയർ ഫീമെയിൽ ടു സം ഓഫ് മെയിൽ പ്രോജനി. നിങ്ങൾ നോക്കൂ, സെക്സ് ലിങ്ക്ഡ് റെസസീവ് ട്രേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ് ലിങ്ക്ഡ് റെസസീവ് ഡിസീസ് എന്ന് വിളിക്കും. ഓക്കെ, എക്സ് ലിങ്ക്ഡ് റെസസീവ് ഡിസീസ്. ഈ എക്സ് ലിങ്ക്ഡ് റെസസീവ് ഡിസീസുകൾ ഇതിന് എക്സാമ്പിളാണ് ഏതൊക്കെ, 2 എക്സാമ്പിളാണ് ബുക്ക് പറയുന്നത് കേട്ടോ. NCERT പറയുന്ന 2 എക്സാമ്പിളാണ്. ഏതൊക്കെയാണ്, ഒന്ന് ഹീമോഫീലിയാണ്, 2 കളർ ബ്ലൈൻഡ്നസ്. ഓക്കെ, അപ്പോൾ ഈ ഹീമോഫീലിയും കളർ ബ്ലൈൻഡ്നസും സെക്സ് ലിങ്ക്ഡ് റെസസീവ് ട്രേറ്റ് ആണ്. അത് ആർക്കാണ് ട്രാൻസ്മിറ്റ് ചെയ്യപ്പെടുക, അത് പെൺകുട്ടികൾക്ക് കിട്ടാനുള്ള സാധ്യത വളരെ കുറവാണ്. കാരണം കിട്ടണമെന്നുണ്ടെങ്കിൽ അച്ഛൻ എന്തുണ്ടായിരിക്കണം, അസുഖം ഉണ്ടായിരിക്കണം. പക്ഷേ ആൺകുട്ടിയെ കിട്ടണമെന്നുണ്ടെങ്കിൽ അച്ഛൻ നോർമൽ ആയാൽ മതി, അമ്മ മിനിമം എന്തായാൽ മതി, കാരിയർ ആയാൽ മതി. അപ്പോൾ ആ ഒരു ഓപ്ഷൻ കറക്റ്റാണ്. ട്രാൻസ്മിറ്റഡ് ഫ്രം അൺഅഫക്റ്റഡ് കാരിയർ ഫീമെയിൽ ടു സം ഓഫ് ദി മെയിൽ പ്രോജനി. ചില മെയിൽസിലേക്ക് എന്ത് ചെയ്യുന്നു, ഇത് പകരുന്നു. ഇനി രണ്ടാമത്തെ നോക്കൂ, അക്യുമുലേഷൻ ഓഫ് ഫിനൈൽ പൈറോവിക് ആസിഡ് ഇൻ ബ്രെയിൻ റിസൾട്ട്സ് ഇൻ മെന്റൽ റിട്ടാർഡേഷൻ. ഓക്കെ, നിങ്ങൾ കണ്ടുണ്ടോ ഫിനൈൽ കീറ്റോന്യൂറിയ എന്ന് പറയുന്ന അസുഖം. ഓക്കെ, എങ്ങനെ ഒരാൾക്ക് ഫിനൈൽ കീറ്റോന്യൂറിയ ഉണ്ടാവുക, നമ്മുടെ എല്ലാവരുടെയും ബോഡിയിൽ കാണപ്പെടുന്ന ഒരു അമിനോ ആസിഡിൻ്റെ പേരാണ് മക്കളെ ഫീനൈൽ അലാനിൻ. എന്താണ് അമിനോ ആസിഡിൻ്റെ പേര്, ഫീനൈൽ അലാനിൻ. ഈ ഫീനൈൽ അലാനിൻ നിരന്തരമായിട്ട് മറ്റൊരു അമിനോ ആസിഡായിട്ട് കൺവേർട്ട് ചെയ്യപ്പെടും. ആ അമിനോ ആസിഡിൻ്റെ പേരാണ് ടൈറോസിൻ. എന്താണ് അമിനോ ആസിഡിൻ്റെ പേര്, ടൈറോസിൻ. ഇങ്ങനെ ഫീനൈൽ അലാനിനെ ടൈറോസിനാക്കി മാറ്റുന്ന എൻസൈമിൻ്റെ പേരാണ് ഫീനൈൽ അലാനിൻ ഹൈഡ്രോക്സിലേസ്. ഓക്കെ, ഫീനൈൽ അലാനിനെ ടൈറോസിനാക്കി മാറ്റുന്ന എൻസൈമിൻ്റെ പേരെന്താ, ഫീനൈൽ അലാനിൻ ഹൈഡ്രോക്സിലേസ് എന്ന് വിളിക്കും. ഈ എൻസൈം ഇല്ല എന്നുണ്ടെങ്കിൽ ഫീനൈൽ അലാനിൻ എന്തായിട്ട് മാറൂല, ടൈറോസിനായിട്ട് മാറൂല. അപ്പോൾ ഫീനൈൽ അലാനിൻ മറ്റൊരു അമിനോ ആസിഡായിട്ട് മാറും. അതിനെ വിളിക്കുന്ന പേരാണെന്ത്, ഫിനൈൽ പൈറൂവിക് ആസിഡ്. അതിനെ വിളിക്കുന്ന പേരെന്താ, ഫിനൈൽ പൈറൂവിക് ആസിഡ് എന്ന് വിളിക്കും. ഓക്കെ, അപ്പോൾ ഫിനൈൽ പൈറൂവിക് ആസിഡ് അക്യുമുലേറ്റ് ചെയ്ത് നിന്ന് കഴിഞ്ഞാൽ എന്തുണ്ടാവും, മെന്റൽ റിട്ടാർഡേഷൻ, റിഡക്ഷൻ ഇൻ ഹെയർ പിഗ്മെന്റേഷൻ ഓൺ സ്കിൻ ഒക്കെ ഉണ്ടാവും. അപ്പോൾ ആ ഓപ്ഷൻ എന്താണ്, കറക്റ്റ് ആണ് കേട്ടോ. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ഇൻകറക്റ്റാണ്. പിന്നെ അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ, ഇൻഡിവിജ്വൽസ് അഫക്റ്റഡ് ബൈ ഡൗൺ സിൻഡ്രോം വിൽ ഹാവ് കൺജനൈറ്റൽ ഹാർട്ട് ഡിഫക്റ്റ് ആൻഡ് ആർ മോർ ഇന്റലിജന്റ്.
ഓക്കെ, നിങ്ങൾ നോക്കൂ, ഡൗൺ സിൻഡ്രം ഉള്ള ആൾക്കാർക്ക് അതിൻ്റെ സിംറ്റംസ് പഠിക്കുന്നുണ്ട്. ഫറോഡ് ടങ്ക്, അതേപോലെ തന്നെ ഷോർട്ട് സ്റ്റേച്ചേർഡ് ആണെന്നൊക്കെ പറഞ്ഞാൽ അവർക്ക് കൺജനൈറ്റൽ ഹാർട്ട് ഡിഫക്റ്റ് ഉണ്ടാവും. കൺജനൈറ്റൽ എന്ന് പറഞ്ഞാൽ ജനിക്കുമ്പോഴേ അവർക്ക് ഹാർട്ട് ഡിഫക്റ്റ് ഉണ്ടാവും. ആൻഡ് ആർ മോർ ഇൻ്റലിജൻറ്റ് ഓർ മോർ ഇൻ്റലിജൻറ്റ് എന്നല്ല, അവരുടെ ഫിസിക്കൽ, മെൻ്റൽ, സൈക്കോമോട്ടർ ഡെവലപ്മെൻ്റ് ഒക്കെ റിട്ടാർഡാണ് ഡൗൺ സിൻഡ്രം ഉള്ള ആൾക്കാർ. അപ്പോൾ ആ ഓപ്ഷൻ എന്താണ്? തെറ്റാണ്. നാലാമത്തെ നോക്കൂ, ടേണർ സിൻഡ്രോം ഈസ് കോസ്ഡ് ഡ്യൂ ടു ദ ആബ്സെൻസ് ഓഫ് 1 X ക്രോമസോം. നിങ്ങൾക്ക് അറിയുണ്ടാവും ടേണർ സിൻഡ്രോം ഉണ്ടാവുക ഫീമെയിൽസിന് മാത്രം. ഓക്കെ, ഒരു ഫീമെയിലിൻ്റെ സാധാരണ ക്രോമസോം കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ 44 ഓട്ടോസോം പ്ലസ് XX ആണ് ഫീമെയിൽ. പക്ഷേ ടേണർ സിൻഡ്രോം ഉള്ള ഫീമെയിലിന് ഒരു X ക്രോമസോം കുറവേക്കാരം എന്ന് പറഞ്ഞാൽ 44 ഓട്ടോസോം പ്ലസ് X0 അല്ലെങ്കിൽ XO എന്നൊക്കെ വിളിക്കും. അപ്പോൾ ഓപ്ഷൻ എന്താണ്? കറക്റ്റ് ആണ്. അപ്പോൾ ഇതിൽ ഇൻകറക്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻ വരുന്നത് ഓപ്ഷൻ സി ആണ് കേട്ടോ. ഓപ്ഷൻ സി ഇൻകറക്റ്റ് ആണ്. ഓക്കെ, അപ്പോൾ അത് കഴിഞ്ഞു. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. അടുത്ത ക്വസ്റ്റ്യൻ നമ്മൾ പറയുന്നത് ഇൻ എ ഡൈഹൈബ്രിഡ് ക്രോസ് ബിറ്റ്വീൻ എ ട്രൂ ബ്രീഡിംഗ് റൗണ്ട് യെല്ലോ സീഡഡ് ആൻഡ് എ ട്രൂ ബ്രീഡിംഗ് റിങ്കിൾഡ് ഗ്രീൻ സീഡഡ് പ്ലാന്റ്. ഈ ട്രൂ ബ്രീഡിംഗ് എന്ന് പറഞ്ഞാൽ ഹോമോസൈഗസ് എന്നർത്ഥം. ഓക്കെ, റൗണ്ട് യെല്ലോ ട്രൂ ബ്രീഡിംഗ് ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്യാപിറ്റൽ ആർ ക്യാപിറ്റൽ ആർ ക്യാപിറ്റൽ വൈ ക്രോസ് ചെയ്തു ആരുമായിട്ട്? ഓക്കെ, ട്രൂ ബ്രീഡിംഗ് റിങ്കിൾഡ് ഗ്രീൻ സീഡഡ് പ്ലാന്റ്. ഓക്കെ, സ്മോൾ ആർ സ്മോൾ വൈ ആയിട്ട് ക്രോസ് ചെയ്തു. ഓക്കെ, റിങ്കിൾഡ് എന്ന് പറഞ്ഞാൽ സ്മോൾ ആർ പിന്നെ ഗ്രീൻ എന്ന് പറഞ്ഞാൽ സ്മോൾ വൈ ആണ്. ദ റേഷ്യോ ഓഫ് സെഗ്രിഗേഷൻ ഓഫ് റൗണ്ട് ആൻഡ് റിങ്കിൾഡ് സീഡ് ട്രേറ്റ്സ് ഇൻ F2 ഈസ്. ഓക്കെ, നിങ്ങൾക്ക് അറിയാലോ ഇതിൻ്റെ F2 ചെയ്യുന്ന സമയത്ത് നമ്മളോട് ചോദിക്കുന്നത് റൗണ്ട് ഈസ് ടു റിങ്കിൾഡ് റേഷ്യോ ആണ്. അതിൽ എത്ര റൗണ്ട് ഉണ്ടാവും എത്ര റിങ്കിൾഡ് ഉണ്ടാവും എന്നുള്ള റേഷ്യോ ആണ് നമ്മളോട് ചോദിക്കുന്നത്. ഓക്കെ, നിങ്ങൾക്ക് അറിയാലോ ഇതിൻ്റെ F2 ചെയ്യുന്ന സമയത്ത് ടോട്ടൽ 16 പ്രോജനീസ് ഉണ്ടാവും. ആ 16 എണ്ണത്തിൽ റൗണ്ട് യെല്ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റൗണ്ട് യെല്ലോ 9 ആണ്. ഓക്കെ, 9 റൗണ്ട് യെല്ലോ ഉണ്ട്. പിന്നെ റൗണ്ട് ഗ്രീൻ ഉണ്ട്. റൗണ്ട് ഗ്രീൻ 3 ഉണ്ട്. പിന്നെ അടുത്തത് റിങ്കിൾഡ് യെല്ലോ 3 ഉണ്ട്. പിന്നെയോ റിങ്കിൾഡ് ഗ്രീൻ ഉണ്ട്. അതിൽ റിങ്കിൾഡ് ഗ്രീൻ എത്രണ്ണ? റിങ്കിൾഡ് ഗ്രീൻ 1. ഓക്കെ, അപ്പോൾ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എന്താ? റൗണ്ട് ഈസ് ടു റിങ്കിൾഡ് റേഷ്യോ ആണ്. യെല്ലോയും ഗ്രീനും ഒന്നും നിങ്ങൾ നോക്കേണ്ട ആവശ്യമില്ല. ടോട്ടൽ എത്ര റൗണ്ട് ഉണ്ട് ഇതങ്ങൾ നോക്കും. ഇത് 2 റൗണ്ട് അല്ലേ, അപ്പോൾ ടോട്ടൽ 12 റൗണ്ട് ഇല്ലേ? ഓക്കെ, ടോട്ടൽ 12 റൗണ്ട് ഉണ്ട്. പിന്നെ ടോട്ടൽ 16 4 റിങ്കിൾഡാണ്. ഓക്കെ, അപ്പോൾ റൗണ്ട് ഈസ് ടു റിങ്കിൾഡ് എന്ന് പറഞ്ഞാൽ എത്ര? 12:4 ആണ്. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളതിനെ സിംപ്ലിഫൈ ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? 3:1 എന്ന റേഷ്യോ കിട്ടും. എന്ന് പറഞ്ഞാൽ ഈ ക്വസ്റ്റ്യൻ്റെ ഓപ്ഷൻ വരിക ഓപ്ഷൻ ബി ആണ്, 3:1. ഓക്കെ അല്ലേടാ? പിന്നെ അടുത്തത്, അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് 2024 എക്സാമിന് ചോദിച്ചിട്ടുള്ളത്. നമ്മൾ ഇതേ ചാപ്റ്ററിന് 2023 എക്സാമിന് ചോദിച്ച ക്വസ്റ്റ്യൻസ് നമുക്കൊന്ന് അനലൈസ് ചെയ്ത് നോക്കാം. ഓക്കെ, നിങ്ങൾ നോക്കൂ, 2023 എക്സാമിന് ഈ ചാപ്റ്ററിൽ നിന്ന് മാത്രം ചോദിച്ചിട്ടുള്ളത് 5 ക്വസ്റ്റ്യൻസാണ്. ഓക്കെ, 5 ക്വസ്റ്റ്യൻസ് ചോദിച്ചൊരു ചാപ്റ്ററാണ് കേട്ടോ ഈ ഒരു ചാപ്റ്റർ എന്ന് പറയുന്നത്. നോക്കിക്കോളൂ, അതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. നോക്കിക്കോണേ, ഇൻ മെയിൽ ഹെട്രോഗാമെറ്റിക് ടൈപ്പ് ഓഫ് സെക്സ് ഡിറ്റർമിനേഷൻ. ഓക്കെ, മെയിൽ ഹെട്രോഗാമെറ്റിക് ടൈപ്പ് ഓഫ് സെക്സ് ഡിറ്റർമിനേഷനിൽ എന്താണ് സംഭവിക്കുക എന്നുള്ളതാണ്. ഓക്കെ, നിങ്ങൾക്ക് അറിയാലോ മെയിൽ ഹെട്രോഗാമെറ്റി എന്ന് നമ്മൾ വിളിക്കും. ഈ ഹെട്രോഗാമെറ്റി എന്ന് പറഞ്ഞാൽ എന്താ അതിൻ്റെ അർത്ഥം? ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഗമീറ്റ് എന്നുള്ളൊരു അർത്ഥം. ഓക്കെ, അപ്പം മെയിൽ ഹെട്രോഗാമെറ്റിക് ടൈപ്പ് ഓഫ് സെക്സ് ഡിറ്റർമിനേഷനിൽ എന്താണ് സംഭവിക്കുക? നോക്കിക്കോളൂ, ഓപ്ഷൻ എ മെയിൽസ് ഡു നോട്ട് പ്രൊഡ്യൂസ് ഗമീറ്റ്സ്. അങ്ങനെയല്ലല്ലോ, ഹെട്രോഗാമെറ്റി എന്നുള്ള വാക്കിൻ്റെ അർത്ഥം തന്നെ എന്താ? ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഗമീറ്റ് ഉണ്ടാക്കും എന്നുള്ളതാണ്. ഓക്കെ, പിന്നെ രണ്ടാമത്തെ മെയിൽ പാരന്റ് പ്രൊഡ്യൂസസ് സിമിലർ ഗമീറ്റ്സ്. തെറ്റാണ്. മൂന്നാമത്തത് ഫീമെയിൽ പാരന്റ് പ്രൊഡ്യൂസസ് ഡിസിമിലർ ഗമീറ്റ്സ്. നാലാമത്തതോ മെയിൽ പാരന്റ് പ്രൊഡ്യൂസസ് ഡിസിമിലർ ഗമീറ്റ്സ്. ഓക്കെ, മെയിൽ പാരന്റ് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഗമീറ്റുകൾ ഉണ്ടാക്കണേന് നമ്മൾ എന്തെന്ന് വിളിക്കുക? മെയിൽ ഹെട്രോഗാമെറ്റി എന്ന് വിളിക്കുക. അപ്പോൾ അതിൻ്റെ ഓപ്ഷൻ വരിക ഓപ്ഷൻ ഡി ആണ് കേട്ടോ. ആ ക്വസ്റ്റ്യൻ്റെ ഓപ്ഷൻ വരിക ഓപ്ഷൻ ഡി ആണ്. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. അടുത്ത ക്വസ്റ്റ്യൻ നമ്മൾ പറയാണ്, ഇൻ വൺ ഓഫ് ദി ഹൈബ്രിഡൈസേഷൻ എക്സ്പെരിമെന്റ്സ് എ ഹോമോസൈഗസ് ഡൊമിനന്റ് പാരന്റ് ആൻഡ് എ ഹോമോസൈഗസ് റെസസീവ് പാരന്റ് ആർ ക്രോസ്ഡ് ഫോർ എ ട്രൈറ്റ്. പ്ലാന്റ് ഷോസ് മെൻഡേലിയൻ ഇൻഹെറിറ്റൻസ് പാറ്റേൺ. ഓക്കെ, എന്നിട്ട് നമ്മളോട് ചോദിക്കുകയാണ്, എന്താ ചോദിക്കണത്? ഓപ്ഷൻ എ ഡൊമിനന്റ് പാരന്റ് ട്രൈറ്റ് അപ്പിയേഴ്സ് ഇൻ F2 ജനറേഷൻ ആൻഡ് റെസസീവ് പാരന്റ് ട്രൈറ്റ് അപ്പിയേഴ്സ് ഓൺലി ഇൻ F1 ജനറേഷൻ. ഡൊമിനന്റ് പാരന്റ് ട്രേറ്റ്സ് അപ്പിയേഴ്സ് ഇൻ F1 ജനറേഷൻ ആൻഡ് റെസസീവ് പാരന്റ്. അതായത് ആ ഒരു രീതിയിലാണ് ക്വസ്റ്റ്യൻ്റെ പാറ്റേൺ പോകുന്നത്. ഓക്കെ, അതായത് ഞാൻ പറഞ്ഞുതരാം. ഒരു ഹൈബ്രിഡൈസേഷൻ എക്സ്പെരിമെന്റിൽ ഹോമോസൈഗസ് ഡൊമിനന്റ് പാരന്റും ഹോമോസൈഗസ് റെസസീവും ക്രോസ് ചെയ്തു. ഓക്കെ, ഇപ്പോൾ ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞുതരാം. ഞാനൊരു മോണോ ഹൈബ്രിഡ് ക്രോസ് വരയ്ക്കാം. ഓക്കെ, ടോളും ഡോർഫും തമ്മിൽ ക്രോസ് ചെയ്യാം. ടോളും ഡോർഫും. ടോൾ നമ്മൾ ക്യാപിറ്റൽ ടി എന്ന് റെപ്രസെൻറ്റ് ചെയ്യും. ഓക്കെ, ഡോർഫ് നമ്മൾ സ്മോൾ ടി എന്നും റെപ്രസെൻറ്റ് ചെയ്യും. അതിൽ ഇത് ഹോമോസൈഗസ് ആയതുകൊണ്ട് ഒരേപോലത്തെ ഗമീറ്റാണ് ഉണ്ടാവുക. ഇവിടെയും എന്തുണ്ടാവുക? സ്മോൾ ടി എന്ന് മാത്രമേ ഉണ്ടാവുള്ളൂ. നമ്മളിതിൻ്റെ F2 ഒക്കെ എടുക്കണം. ഓക്കെ, അപ്പോൾ ഇത് രണ്ടും കൂടി ഫ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ എന്തേ കരം? ക്യാപിറ്റൽ ടി സ്മോൾ ടി കരം. അത് ടോൾ ആയിരിക്കും. അതിന് നമ്മൾ വിളിക്കുന്ന പേരാണെന്ത്? F1 ജനറേഷൻ എന്ന പേരിട്ടിട്ടാണ് വിളിക്കുക. എന്താ വിളിക്കുക?
F1 ജനറേഷൻ. പിന്നെ നമ്മളിതിൻ്റെ F2 ജനറേഷൻ, സെക്കൻഡ് ജനറേഷൻ എടുക്കണം. എങ്ങനെ നമ്മൾ F2 കാണുക? ഈ F1 ജനറേഷനിൽ കിട്ടിയ സാധനത്തിന് നമ്മൾ സെൽഫ് ഹൈബ്രിഡൈസേഷൻ നടത്തും. ഓക്കെ, സെൽഫ് ഹൈബ്രിഡൈസേഷൻ നടത്തുന്ന സമയത്ത് നിങ്ങൾ നോക്കൂ, ക്യാപിറ്റൽ ടി സ്മോൾ ടി ക്രോസ് ക്യാപിറ്റൽ ടി സ്മോൾ ടി, ഇങ്ങനെയാണ് നമ്മൾ ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇത് ക്രോസ് ചെയ്യുന്ന സമയത്ത് ഇവിടെ ഗമീറ്റ് ഉണ്ടാവും, ഇവിടെ ക്യാപിറ്റൽ ടി ഉണ്ട് സ്മോൾ ടി ഉണ്ട്, ക്രോസ് ഇവിടെയും എന്തുണ്ട്, ക്യാപിറ്റൽ ടി ഉണ്ട് സ്മോൾ ടി ഉണ്ട്. ഓക്കെ, ഇതും ഇതും ഫ്യൂസ് ചെയ്താൽ എന്തേക്കാരം, ക്യാപിറ്റൽ ടി ആയിരിക്കും, അത് ടോളായിരിക്കും. ഇതും ഇതും ഫ്യൂസ് ചെയ്താലോ, അതും ക്യാപിറ്റൽ ടി ആയിരിക്കും, അതും എന്തായിരിക്കും, സോറി, അത് ക്യാപിറ്റൽ ടി സ്മോൾ ടി ആയിരിക്കും, അതും എന്തായിരിക്കും, ടോളായിരിക്കും. കാരണം ലോ ഓഫ് ഡൊമിനൻസ് അപ്ലൈ ചെയ്യും. ഇതും ഇതും ക്രോസ് ചെയ്താലോ, അതും ക്യാപിറ്റൽ ടി സ്മോൾ ടി ആയിരിക്കും, അതും എന്തായിരിക്കും, ടോളായിരിക്കും. ഇതും ഇതും ക്രോസ് ചെയ്താലോ, സ്മോൾ ടി ആയിരിക്കും, അതെന്തായിരിക്കും, ഡ്വാർഫ് ആയിരിക്കും. ഓക്കെ, ഇതിനാണ് നമ്മൾ എന്തെന്ന് വിളിക്കുക, F2 ജനറേഷൻ എന്ന് വിളിക്കുക. ഓക്കെ, അപ്പോൾ നിങ്ങൾ നോക്കൂ, ഇതിലെന്താ നമ്മളോട് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്, ഇങ്ങനെ നമ്മൾ ക്രോസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ F1 ആര് മാത്രമേ വരുള്ളൂ, ഡൊമിനൻ്റ് ക്യാരക്ടർ മാത്രമേ കാണിക്കുള്ളൂ. F1 ഉണ്ടാവുന്ന എല്ലാം ടോളാണ്. പക്ഷേ F2 3:1 റേഷ്യോ ആണ്, 3 ടോൾ ഉണ്ടാവും, ഒരു ഡോർഫ് ഉണ്ടാവും. പക്ഷേ F1 ഉണ്ടാവുന്ന എല്ലാം ടോളാണ്. അപ്പോൾ നിങ്ങൾ നോക്കൂ, ഓക്കെ, നിങ്ങൾ ആ ഓപ്ഷൻ നിങ്ങളൊന്ന് നോക്കൂ, F1 ടോൾ ഉണ്ട്, F2 ടോൾ ഉണ്ട്. പക്ഷേ ഡോർഫ് F1 ഇല്ല, ഡോർഫ് എവിടെ മാത്രമേ ഉള്ളൂ, F2 മാത്രമേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ മാച്ചായി വരുന്ന ഒരു ഓപ്ഷൻ ഉണ്ടോ നോക്കൂ. ഓക്കെ, നിങ്ങൾ ഓപ്ഷൻ സി ഒന്ന് നോക്കൂ, ഡൊമിനൻ്റ് പാരന്റ് ട്രേറ്റ് അപ്പിയേഴ്സ് ഇൻ ബോത്ത് F1 ആൻഡ് F2 ജനറേഷൻ. കറക്റ്റ് അല്ലേ? ഡൊമിനൻ്റ് പാരന്റ് ക്യാരക്ടർ ടോള് F1 വരുന്നുണ്ട്, F2 വരുന്നുണ്ട്. ബട്ട് റെസസീവ് പാരന്റ് ട്രേറ്റ് അപ്പിയേഴ്സ് ഓൺലി ഇൻ F2 ജനറേഷൻ. റെസസീവ് പാരന്റ് ട്രേറ്റ് എവിടെ മാത്രമേ കാണിക്കുന്നുള്ളൂ, F2 മാത്രമേ കാണിക്കുന്നുള്ളൂ. അപ്പോൾ ആ ഓപ്ഷനാണ് എന്ത് ചെയ്യുക, കറക്റ്റ് ആയിട്ട് വരിക. ഓക്കെ, അപ്പോൾ ആ ക്വസ്റ്റ്യൻ്റെ ഓപ്ഷൻ സി ആണ് കേട്ടോ, ഓപ്ഷൻ സി. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ, വിച്ച് ഓഫ് ദി ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ്സ് ഈസ് കറക്റ്റ്. താഴെ കൊടുത്തിരിക്കുന്ന ഏതൊക്കെ സ്റ്റേറ്റ്മെൻ്റ് ആണ് കറക്റ്റ് നോക്കിക്കോളൂ. ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്, ഫീമെയിൽ കാരിയർ ഫോർ ഹീമോഫീലിയ മേ ട്രാൻസ്മിറ്റ് ദ ഡിസീസ് ടു സൺസ്. ഞാൻ പറഞ്ഞല്ലോ, ഹീമോഫീലിയ എന്ന് പറഞ്ഞാൽ ഒരു എക്സ് ലിങ്ക്ഡ് റെസസീവ് ഡിസീസാണ്. നമ്മൾ നേരത്തെ പറഞ്ഞു. ഓക്കെ, ഹീമോഫീലിയ രക്തം കട്ട പിടിക്കാത്ത അവസ്ഥയാണ്. ഓക്കെ, അതൊരു എക്സ് ലിങ്ക്ഡ് അല്ലെങ്കിൽ സെക്സ് ലിങ്ക്ഡ് റെസസീവ് ഡിസീസാണ്. എക്സ് ലിങ്ക്ഡ് ഓർ സെക്സ് ലിങ്ക്ഡ് റെസസീവ് ഡിസീസാണ് എന്തെന്ന് പറയുന്നത്, ഹീമോഫീലിയ. അപ്പോൾ ഈ ഹീമോഫീലിയൻ്റെ ഒരു ഫീമെയിൽ കാരിയർ, അത് അതിൻ്റെ ആൺകുട്ടികൾക്ക് എന്ത് ചെയ്യും, ആ ഡിസീസ് ട്രാൻസ്മിറ്റ് ചെയ്യും. ഓക്കെ, ആ സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റ് ആണ് കേട്ടോ. പിന്നെ രണ്ടാമത്തത്, തലാസീമിയ ഈസ് എ ക്വാളിറ്റേറ്റീവ് പ്രോബ്ലം. ഓക്കെ, എന്താ തലാസീമിയ എന്ന് പറഞ്ഞാൽ, ഹീമോഗ്ലോബിൻ്റെ 4 ചെയിന് എന്നുള്ള, ഹീമോഗ്ലോബിൻ്റെ 4 ചെയിൻ ഉണ്ട്, 2 ആൽഫ ചെയിനും 2 ബീറ്റ ചെയിനും. ആ 4 ചെയിനുകളുടെ എണ്ണം കുറയുന്നതാണെന്ത്, ഹീമോഫീലിയ എന്ന് പറയുന്നത്, സോറി, തലാസീമിയ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ തലാസീമിയ എന്ന് പറഞ്ഞാൽ ഒരു ക്വാളിറ്റേറ്റീവ് പ്രോബ്ലം അല്ല. തലാസീമിയ എന്ത് പ്രോബ്ലം, ക്വാണ്ടിറ്റേറ്റീവ് പ്രോബ്ലം ആണ് കേട്ടോ. ഓക്കെ, പിന്നെ അടുത്തത് മൂന്നാമത്തത്, ചേഞ്ച് ഇൻ ഹോൾ സെറ്റ് ഓഫ് ക്രോമസോംസ് ഈസ് കോൾഡ് അന്യൂപ്ലോയിഡി. ഓക്കെ, നിങ്ങൾക്കറിയാലോ, ചേഞ്ച് ഇൻ ഹോൾ സെറ്റ് ഓഫ് ക്രോമസോം, ഒരു സെല്ലിൽ ഇങ്ങനെ ക്രോമസോമുകൾ ഉണ്ട്. ഓക്കെ, ഏതെങ്കിലും ഒരു സെറ്റ് ഓഫ് ക്രോമസോമിൽ മാറ്റം വരുന്നതിന് നമ്മൾ എന്തെന്ന് വിളിക്കുക, അന്യൂപ്ലോയിഡി എന്ന് വിളിക്കുക. എല്ലാത്തിലും ഇപ്പോൾ ഒരു ക്രോമസോം ഇങ്ങനെ ഇൻക്രീസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന് നമ്മൾ അന്യൂപ്ലോയിഡി എന്നല്ല വിളിക്കുക, അതിനെ വിളിക്കുന്ന പേരാണെന്ത്, പോളിപ്ലോയിഡി. അപ്പോൾ ആ സ്റ്റേറ്റ്മെൻറ്റും എന്താണ്, റോങ് ആണ്. നാലാമത്തെ നോക്കൂ, സിക്കിൾ സെൽ അനീമിയ ഇസ് എ ക്വാണ്ടിറ്റേറ്റീവ് പ്രോബ്ലം. എന്താ സിക്കിൾ സെൽ അനീമിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഓക്കെ, ബീറ്റാ ചെയിനിൻ്റെ നമ്മൾ അമിനോ ആസിഡ് എടുത്തു നോക്കുന്ന സമയത്ത് 6ാമത്തെ പൊസിഷനിൽ ഗ്ലൂട്ടാമിക് ആസിഡിന് പകരം വാലിൻ വരുന്നതാണെന്ത്, സിക്കിൾ സെൽ അനീമിയ എന്ന് പറയുന്ന അസുഖം. ഓക്കെ, അപ്പോൾ ഗ്ലൂട്ടാമിക് ആസിഡ് പോയിട്ട് വേറെ ആരും വരാതിരിക്കണമെന്നില്ല. അപ്പോൾ അതൊരു ക്വാണ്ടിറ്റേറ്റീവ് പ്രോബ്ലം അല്ല, ക്വാണ്ടിറ്റിയിലല്ല മാറ്റം വരുന്നത്. എന്തിലാണ് മാറ്റം വരുന്നത്, ക്വാളിറ്റിയിലാണ് മാറ്റം വരുന്നത്. ആ സ്റ്റേറ്റ്മെൻറ്റും കറക്റ്റ് ആണ്. അപ്പോൾ അതിൽ നമ്മളോട് കറക്റ്റ് ഓപ്ഷനാണ് ചോദിച്ചിരിക്കുന്നത്. ആ ക്വസ്റ്റ്യൻ്റെ ഓപ്ഷൻ വരിക ഓപ്ഷൻ എ ആണ്. ഓക്കെ, ആ ക്വസ്റ്റ്യൻ്റെ ഓപ്ഷൻ എ ആണ് കേട്ടോ. പിന്നെ അടുത്തത്, ജീൻ മാപ്പിംഗ് ടെക്നോളജി വാസ് ഡെവലപ്ഡ് ബൈ. ഓക്കെ, നിങ്ങൾ കേട്ടോ, ജീൻ മാപ്പിംഗ് ടെക്നോളജി. ഓക്കെ, ഒരു ക്രോമസോം ഇങ്ങനെ തന്നു കഴിഞ്ഞാൽ അതിൽ ജീൻ എവിടെയാണ് ഉള്ളതെന്ന് കണ്ടുപിടിക്കാൻ പറ്റും. അതിനാണ് നമ്മൾ ജീൻ മാപ്പിംഗ് എന്നൊക്കെ പറയാം. ഓക്കെ, ഈ ജീൻ മാപ്പിംഗ് എന്ന് പറയുന്ന ടെക്നോളജി ഡെവലപ്പ് ചെയ്തത് മോർഗൻ്റെ സ്റ്റുഡൻ്റ് ആയിട്ടുള്ള ആരാണ്, ആൽഫ്രഡ് സ്റ്റുർട്ടവാൻഡ് ആണ് കേട്ടോ. ആരാണ് ഡെവലപ്പ് ചെയ്തത്, ആൽഫ്രഡ് സ്റ്റുർട്ടവാൻഡ് ആണ്. അപ്പോൾ അതിൻ്റെ ഓപ്ഷൻ വരിക ഓപ്ഷൻ ഡി ആണ്. ഓക്കെ, ഇനി ഇതിൽ ലാസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ, ഫൈൻഡ് ഔട്ട് ദി കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് കണ്ടുപിടിക്കാൻ നോക്കിക്കോളൂ. ജനറലി എ ജീൻ റെഗുലേറ്റ്സ് എ ട്രേറ്റ് ബട്ട് സംടൈംസ് വൺ ജീൻ ഹാസ് എഫക്റ്റ് ഓൺ മൾട്ടിപ്പിൾ ട്രേറ്റ്സ്. കറക്റ്റാണ് ചോദിച്ചിരിക്കുന്നത് കേട്ടോ. സാധാരണ ഒരു ജീന് ഒരു ട്രേറ്റിനെ മാത്രമേ റെഗുലേറ്റ് ചെയ്യുള്ളൂ. പക്ഷേ ചില സമയങ്ങളിൽ സംടൈംസ് വൺ ജീൻ ഹാവ് എഫക്റ്റ് ഓൺ മൾട്ടിപ്പിൾ ട്രേറ്റ്സ്. ഓക്കെ, ചില ജീൻ ഒന്നിലധികം ട്രേറ്റുകളെ കൺട്രോൾ ചെയ്യും. ഓക്കെ, സാധാരണ ഒരു ജീന് ഒരു ട്രേറ്റാണ് കൺട്രോൾ ചെയ്യുക. പക്ഷേ ചില സമയങ്ങളിൽ ഒരു ജീൻ ഒന്നിലധികം ട്രേറ്റുകളെ കൺട്രോൾ ചെയ്യും. അതിനെ നമ്മൾ എന്തെന്ന് വിളിക്കുക, പ്ലിയോട്രോപ്പി എന്ന പേരിട്ടിട്ട് വിളിക്കുക. എന്ത് പേരിട്ടിട്ടാണ് വിളിക്കുക, പ്ലിയോട്രോപ്പി എന്ന പേരിട്ടിട്ടാണ് വിളിക്കുക.
ഓക്കെ, അപ്പോൾ ആ സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ്. രണ്ടാമത്തെ നോക്കൂ, ദ ട്രൈറ്റ് എ ബി ബ്ലഡ് ഗ്രൂപ്പ് ഓഫ് മാൻ ഈസ് റെഗുലേറ്റഡ് ബൈ വൺ ഡൊമിനന്റ് അല്ലീൽ ആൻഡ് അനദർ റെസസീവ് അല്ലീൽ. ഓക്കെ, എ ബി ബ്ലഡ് ഗ്രൂപ്പ് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? കോഡൊമിനൻസ് എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്, കോഡൊമിനൻസ്. ഓക്കെ, രണ്ട് ക്യാരക്ടേഴ്സ് ഒന്നിച്ച് എന്ത് ചെയ്യപ്പെടുക? ഡൊമിനേറ്റ് ചെയ്യപ്പെടുക, കോഡൊമിനൻസ്. ഓക്കെ, ദ ട്രൈറ്റ് എ ബി ബ്ലഡ് ഗ്രൂപ്പ് ഓഫ് മാൻ ഈസ് റെഗുലേറ്റഡ് ബൈ വൺ ഡൊമിനന്റ് അല്ലീൽ ആൻഡ് അനദർ റെസസീവ് അല്ലീൽ. ഒരാൾക്ക് എ ബി ബ്ലഡ് ഗ്രൂപ്പ് ഉണ്ടെന്നുണ്ടെങ്കിൽ അയാളുടെ ജീനോടൈപ്പ് എന്തായിരിക്കും എന്ന് അറിയാം നിങ്ങൾക്ക്? IA IB എന്നായിരിക്കും ജീനോടൈപ്പ്. അതിൽ നിങ്ങൾക്ക് അറിയുണ്ടാവും IA ഡൊമിനൻ്റ് ആണ്, IB എന്താണ്? ഡൊമിനൻ്റ് ആണ്. ഓക്കെ, അപ്പോൾ IA ഡൊമിനൻ്റ് ആണ്, IB ഡൊമിനൻ്റ് ആണ്. അപ്പോൾ രണ്ട് അല്ലീലുകളും എന്താണ്? ഡൊമിനൻ്റ് ആണ്. ഓക്കെ, ഈസ് റെഗുലേറ്റഡ് ബൈ വൺ ഡൊമിനൻ്റ് അല്ലീൽ ആൻഡ് അനദർ റെസസീവ് അല്ലീൽ എന്ന് പറഞ്ഞാൽ തെറ്റാ. അപ്പോൾ രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്, ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് മാത്രമേ കറക്റ്റ് ഉള്ളൂ. അപ്പോൾ അതിൻ്റെ ഓപ്ഷൻ എന്താ വരിക? ഓപ്ഷൻ ബി ആണ് വരിക. സ്റ്റേറ്റ്മെന്റ് 1 ഈസ് കറക്റ്റ്, അത് മാത്രമേ കറക്റ്റ് ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് എന്ത് ചെയ്തിട്ടുള്ളത്? ഈ പറയുന്ന പ്രിൻസിപ്പിൾസ് ഓഫ് ഇൻഹെറിറ്റൻസ് ആൻഡ് വേരിയേഷൻ എന്ന് പറയുന്ന ജെനറ്റിക്സ് 1 എന്ന് പറയുന്ന ചാപ്റ്ററിൽ KCET എക്സാമിന് 2024, 2023 എക്സാമുകൾക്ക് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, 4ഉം 5ഉം ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കുന്ന ഒരു ചാപ്റ്ററാണ്, ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്ററാണ്. അതിനനുസരിച്ച് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് എന്ത് ചെയ്യുക? ഈ ഒരു ചാപ്റ്ററിന് പഠിക്കുക. ഓക്കെ, ഇതേപോലെ തന്നെ ന്യൂമറിക്കൽ പ്രോബ്ലംസ് വരാൻ സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യൻസ് കൂടിയാണ്.